സ്നാപക യോഹന്നാനെ ഒരു പതിതയായ സ്ത്രീ അവനെ കൊന്നുകളയുവാൻ തക്കവണ്ണം ഗൂഢാലോചന ചെയ്ത് സ്നാപക യോഹന്നാനെ കൊന്നുകളഞ്ഞു. അപ്പോ ഈ മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന പ്രവാചക ശബ്ദം കേട്ടപ്പോൾ ദൈവാത്മാവിലാണ് വിളിച്ചു പറയുന്നത്. കേൾക്കുന്നവരിൽ എന്തു വന്നു? ഭയമുണ്ടായി, ഭീതി ഉണ്ടായി, ഒരു ഉണർവ് അവിടെ വ്യാപരിക്കുകയാണ്. നീണ്ട വർഷക്കാലം മലാക്കി പ്രവാചകന് ശേഷം ആത്മാവിന്റെ ശബ്ദമില്ല, ഒരു ഉണർവില്ല. തണുത്തുറഞ്ഞു കിടക്കുന്ന അവസ്ഥയില്, ആ മരുഭൂമിയിലെ വിണ്ടുകീറിയ അനുഭവത്തില് ആമേൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ജലത്തിന്റെ നദികളെ ഒഴുക്കുവാൻ വേണ്ടിയിട്ട് യോർദാന്റെ കരയിൽ ആര് നിന്ന് പ്രസംഗിച്ചു? സ്നാപക യോഹന്നാൻ പ്രസംഗിച്ചു. ഒരു ഉണർവിന്റെ ശക്തി വ്യാപരിക്കുകയാണ്. ആ ഉണർവിന്റെ കാറ്റിന്മേൽ അടിക്കപ്പെട്ട ജനം എന്ത് ചെയ്തു? അവന്റെ അടുക്കലേക്ക് വന്നു. ദൈവവചനം കേട്ടവരൊക്കെ എന്ത് ചെയ്തു? മാനസാന്തരപ്പെട്ടു. അവർ ഹൃദയം പൊട്ടി കരഞ്ഞു, തകർന്നു. കാരണം എന്താണ്? നീണ്ട വർഷങ്ങളായിട്ട് ഒരു പ്രവാചക ശബ്ദമോ എങ്ങനെ ജീവിക്കണമെന്നറിയാതെ പാപത്തിൽ മുഴുകി ജീവിക്കുന്ന ഒരു ജനതയായിരുന്നു. വചനം കേട്ട് അവർക്ക് പാപബോധമുണ്ടായിട്ട് അവരെന്ത് ചെയ്തു? അവർ മാനസാന്തരപ്പെട്ടു. നിശ്ചയമായും മാനസാന്തരപ്പെട്ടവരെ സ്നാപക യോഹന്നാൻ യോർദാനിൽ വെള്ളത്തിൽ മുക്കി സ്നാനപ്പെടുത്തി. മാനസാന്തരപ്പെട്ടവരെ മാത്രമേ സ്നാപക യോഹന്നാൻ വെള്ളത്തിൽ മുക്കിയുള്ളൂ. ഇന്ന് ശരിയായ മാനസാന്തരമില്ലാതെ വരുന്നവരെ സഭയിലുള്ള പാസ്റ്റർമാർ ശാസിക്കുമോ? ഇന്ന സഭയിൽ 10 പേരുടെ സ്നാനം, ഞാൻ പറയട്ടെ, 9 പേരും മാനസാന്തരപ്പെടാതെയാണ് സ്നാനപ്പെടുന്നത്. അവർക്ക് എന്ത് ചെയ്യണം? സ്നാനപ്പെട്ടു എന്ന് എണ്ണം കാണിക്കണം. സ്തോത്രം. ശരിയായ സ്നാനം എന്ന് പറഞ്ഞാൽ എന്താണ്? മാനസാന്തരപ്പെട്ട ശേഷം മുങ്ങി സ്നാനം. ആ മാനസാന്തരപ്പെടാതെ സ്നാപക യോഹന്നാന്റെ അടുക്കൽ സ്നാനമേൽക്കാൻ ആളുകൾ വന്നില്ലേ? വന്നല്ലോ. മാനസാന്തരപ്പെടാതെ സ്നാനപ്പെടാൻ വരുന്ന, അല്ലെങ്കിൽ സ്നാനപ്പെട്ടാലേ സ്വർഗത്ത് പോകത്തോളൂ, അതുകൊണ്ടങ്ങ് സ്നാനപ്പെട്ടേക്കാം, പിന്നെ സ്നാനപ്പെട്ട ശേഷം പാപത്തിൽ ജീവിക്കാം എന്നുള്ള ചിന്താഗതിയിൽ സ്നാനപ്പെടാൻ വരുന്നവരെ വിവേചിക്കാതെ സ്നാനപ്പെടുത്തുന്ന അനുഭവം ദൈവസഭകളിലുണ്ട്. എന്നാൽ സ്നാപക യോഹന്നാൻ ആമേൻ അന്ന് പറഞ്ഞത് എന്താണ്? അങ്ങനെ വന്നവരെ നോക്കിക്കൊണ്ട് മാനസാന്തരപ്പെടാതെ യോഹന്നാനാൽ സ്നാനമേൽക്കാൻ വന്നവരുടെ മുഖത്ത് നോക്കി സ്നാപക യോഹന്നാൻ പറഞ്ഞു, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തിൽ നിന്നൊഴിഞ്ഞു പോകുവാൻ നിങ്ങളെ ഉപദേശിച്ച് തന്നതാണ്. കാരണം എന്താ? സ്നാപക യോഹന്നാന്റെ ഉപദേശം കേട്ടല്ല അവർ വന്നത്, മറ്റുള്ളവർ പറഞ്ഞത് നിമിത്തം. ഒരാശ്വാസവും സമാധാനവും ഇങ്ങനെ കിട്ടുന്നെങ്കിൽ ഞങ്ങൾക്ക് കിട്ടട്ടെ, ഞങ്ങളുടെ പാപം അവിടെ കിടക്കട്ടെ എന്ന് കരുതി വന്നവരെ നോക്കി ആര് എന്തു വിളിച്ചു? അവരെ സർപ്പസന്തതികളെ എന്ന് വെച്ചാൽ വിഷസന്തതികളെ എന്നാണ് അതിൻ്റെ അർത്ഥം. വിഷം ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന സന്തതികളെ. ഏത് സമയത്തും മാനസാന്തരപ്പെടാതെ സഭയിൽ സ്നാനപ്പെടുത്തുന്ന വ്യക്തിയിൽ നിന്ന് എന്ത് പുറപ്പെടും? വിഷം പുറപ്പെടും. അത് ദൈവസഭ എന്ത് ചെയ്യും? മലിനമാക്കും. അത് പലരെയും എന്ത് ചെയ്യും? കൊല്ലും. ശരിയായി മാനസാന്തരപ്പെടുന്ന വ്യക്തി എന്ത് ചെയ്യും? ഒരു ദൈവത്തിൻ്റെ ദാസന് കീഴ്പ്പെട്ടിരുന്ന് ദൈവവചനം ഗ്രഹിച്ച് ദൈവത്തെ ആരാധിച്ച് ആത്മാവിൽ ഒരു വൃക്ഷമായി സഭയിൽ വളരും. അത് അനേകർക്ക് ബലം കൊടുക്കും. സ്തോത്രം.